ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? യൂട്യൂബിൽ ഇന്നൊരു വീഡിയോ ഇടാനില്ല. ഇന്നലെ സ്കൂളിൽ പഠനോത്സവേന് അങ്ങോട്ട് പോയതാണ് ഞാൻ, പുല്ലൂർ സ്കൂളിൽ. അങ്ങനെ നമ്മളെ കുട്ടികൾ പോകുന്ന സ്കൂളിൽ തന്നെയാണ് പഠനോത്സവം ഉണ്ടായിരുന്നത്. അങ്ങനെ പോയതാണ്. പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഓരോന്ന് കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നിട്ടുള്ളതാണ് കാറ്. പിന്നെ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു, ഒരു കാർ ഉണ്ടാക്കി കൊടുത്തു, പിന്നെ പീപ്പി ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ കുട്ടികൾ തന്നെ ഉണ്ടാക്കി കേട്ടോ, ഇതൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുത്തതല്ല. ഒക്കെ ഓല് ചെയ്ത വർക്ക് തന്നെയാണ്. ഞാനവിടെ പ്രോത്സാഹനത്തിന് അവിടെ അങ്ങനെ നിന്നെടുത്തു. ഓല് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് നിന്നെടുത്തു. അപ്പോൾ ഓല് നല്ലൊരു വീടുണ്ടാക്കിന്. ഇതിൻ്റെ ജനലൊക്കെ ഗ്ലാസിൻ്റെ ജനലാട്ടോ. എന്താ വെച്ചാൽ നല്ല സൂപ്പർ വാതിൽ, നല്ല സൂപ്പർ എന്താ പറയുക വീടാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ നോക്കി എന്തോരോ സെറ്റപ്പുള്ള വീടാണ്. നമ്മൾ ചട്ടക്കടലാസ് കൊണ്ട് വെട്ടിക്കണേ. നല്ല ഡോറ് നോക്കി, നല്ല സിറ്റ് ഔട്ടിലാണെങ്കിൽ നല്ല അടിപൊളി സോഫ സെറ്റ്. എന്താണ് കസാലയാണ്, സോഫ സെറ്റാണ്, എന്തൊക്കെയാണാവോ. ഏതായാലും ഇവൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയതാണ് ആ കസാല കേട്ടോ. അവിടെ കസേര അവിടെ ഉണ്ടാക്കിയത് ഓനാണ് കേട്ടോ. അങ്ങനെ അതും കൂടി അവിടെ ഫിറ്റിങ് കഴിഞ്ഞു. നല്ല അടിപൊളി വീടായിട്ടുണ്ട്. വീട് ഏതെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, അത് സ്കൂളിൽ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ എൻ്റെ ഓർമ്മകൾ ഇവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോ ഇട്ടതാണ്. അല്ലാതെ ഇപ്പോൾ ഇതിപ്പോൾ കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. എൻ്റെ കുക്കിങ്ങിൻ്റെ ചാനലാണ്. കുക്കിങ്ങിൻ്റെ ചാനലിൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോൾ ആളുകൾ വരുള്ളൂ. അപ്പോൾ ഇതിനൊന്നും വല്ലാതെ വ്യൂസൊന്നും കിട്ടില്ല. എന്നാലും ഞാൻ വിചാരിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാക്കിയതല്ലേ, അപ്പോൾ പിന്നെ അത് ഗാലറി കിടന്നുകൊണ്ട് വീഡിയോ കുറേ കഴിയുമ്പോൾ ഫോട്ടോ ആയാലും വീഡിയോ ആയാലൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കും, സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെന്ത് ഓർമ്മകളും ഇതിൽ ഇട്ടാൽ നമ്മൾ യൂട്യൂബിൽ ആര് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കാണാമല്ലോ. നമുക്ക് കുറേ കാലം കഴിയുമ്പോഴൊക്കെ നമുക്ക് കാണാം കുട്ടിപ്രായം. ഈ കുട്ടികളെ ചെറിയ കുഞ്ഞു പ്രായങ്ങളൊക്കെ നമുക്ക് കുട്ടികളാകുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ പ്രായമൊക്കെ കഴിഞ്ഞു പോകും. ഈ ഒരു യൂട്യൂബ് ഉണ്ടാകുമ്പോൾ യൂട്യൂബിൽ അവിടെ ആ പ്രായം അവിടെ ഉണ്ടാവും കേട്ടോ. അത് എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അമീകാൻ്റെ ഒരു പാട്ടും കൂടി കേട്ടാലോ? പഠനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അമീക ഒരു പാട്ട് പാടുന്നു. അപ്പോൾ അവൾ പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ റെഡി 1 2 3 സ്റ്റാർട്ട് തുടങ്ങിയോളൂ. ടീച്ചറാണ് കേട്ടോ അത്. എങ്ങനെയുണ്ട് നമ്മളെ അമീകമ്മളെ പാട്ട്? സൂപ്പറല്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, സൂപ്പർ. അടിപൊളി പാട്ടും പാടി. പിന്നെ ഞാൻ 6ാം ക്ലാസ്സിലത്തെ മോള്, 3 ആളാണ് ഇവിടെ സ്കൂളിൽ പോണത്. 6ാം ക്ലാസ്സിലത്തെ മോള് ക്ലാസ്സിലൊക്കെ ഒന്ന് പോയിട്ടോ. എല്ലാവരും ക്ലാസ്സിലും പോയി. ഏത് ക്ലാസ്സൊക്കെ പോകേണ്ടതെന്ന് അറിയില്ല. 3 ആളൊക്കെ ഉണ്ടാകുമ്പോൾ 6ാം ക്ലാസ്സിലേക്കാണോ പോവുക, പ്രൈമറിക്കാണ് പോവുക, 1ാം ക്ലാസ്സിലേക്കാണ് പോവുക, ഏത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അത് ഞാൻ 1ാം ക്ലാസ്സിൽ പോയിട്ടോ. 1ാം ക്ലാസ്സിൽ പോയപ്പോൾ ആ സമയത്ത് ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ പോകണമെന്ന് ചോദിച്ചിട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ വെയിലും കൊണ്ടൊന്നും വീട്ടിൽ പോകണില്ല, ഞാൻ ഇവിടെ നിന്നോളാം, അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സിൽ പോയി നിന്നോളാം അറിഞ്ഞു. ഞാൻ 10:15 കുട്ടീനെ കൊണ്ടാക്കിയപ്പോൾ ഓലെപ്പണ് പോയതാണ്. അപ്പോൾ ഇവളെ ക്ലാസ്സിൽ വന്ന് നോക്കിയപ്പോൾ ഇവളെ 6ാം ക്ലാസ്സിലാണ്. 6ാം ക്ലാസ്സിലത്തെ അവിടെ വന്ന് നോക്കിയപ്പോൾ ഓല് നാടകം എന്തൊക്കെയോ ചെയ്യാണ് കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും പോയിക്കിട്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. എന്നാലും പിന്നെ ഞാൻ വിചാരിച്ചു വല്ല നാടകം കണ്ടിട്ട് പോവാന്ന്. പാഠഭാഗത്തിലുള്ള ഉപ്പുകൊറ്റനോ അങ്ങനെ എന്തോ ഒരു നാടകമാണ് കേട്ടോ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഓല് റെഡിയായി നിൽക്കണ. ഏതായാലും വേണ്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ആ കുട്ടികൾ എന്നോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്തരുമോ താത്ത, ഒന്ന് വീഡിയോ എടുക്കും, നിങ്ങൾ വീഡിയോ എടുക്കുമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ വീഡിയോ എടുത്തരാം, ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓൽക്ക് സമ്മതമാണ് കേട്ടോ. അപ്പോൾ ഓല് ആ ലിങ്കൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുത്തതാണ്. പഠനോത്സവം കണ്ടോ, കുട്ടികളുണ്ട്, ടീച്ചറാണ് പോണത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഓല് പറഞ്ഞു എന്നോട് ചാനലുണ്ടോ, ചാനലിൻ്റെ പേരെന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഓലിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോളാണെങ്കിൽ ഇങ്ങനെ ചാനലിലുള്ള കാര്യമൊന്നും സ്കൂളിലൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ ആരോട് പറയൂലോ. ഓള് എന്ത് കാര്യം വീട്ടിലത്തെ എന്ത് കാര്യങ്ങളോ അങ്ങനെ സ്കൂളിൽ അങ്ങനെ ചെന്ന് പറയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഓലാരും അറിഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് ചാനലുണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഞാനായിട്ട് തന്നെ പറഞ്ഞു കൊടുത്താണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്താ ലിങ്ക് അയച്ചു തരേണ്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ അയച്ചു തരേണ്ടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയണല്ലോ. കുട്ടികളല്ലേ, എനിക്കിഷ്ടമാണ്. നമ്മളെ സ്കൂളിലെ ഓർമ്മകളും എന്താ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ പോയി ക്ലാസ്സിൽ പോയി കുട്ടികളൊപ്പം ഇരിക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മകൾ നമുക്ക് പുതുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയുള്ളത്. ഞാൻ പല പ്രാവശ്യമായിട്ട് പുതുക്കണോണ്ട് എനിക്കത് ഒരു ഓർമ്മകൾ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലൊക്കെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് കുട്ടികളൊപ്പം നിന്നൊക്കെ വീഡിയോ എടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കിത് ആദ്യമായിട്ടുള്ള ഓർമ്മകളൊന്നുമല്ല. എന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. കുട്ടികളൊപ്പം നിന്ന്
ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും കേട്ടോ. അങ്ങനെയാണ്. യൂട്യൂബില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഉപ്പുകൊച്ചിൻ്റെ നാടകമാണ്. ഉപ്പേറാണ്ട് ഓള് വരും കേട്ടോ. പിന്നെ ഈ നാടകമൊക്കെ കാണുമ്പോൾ പറഞ്ഞാൽ നല്ലോണം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പാഠഭാഗത്തത്തെ നാടകമാകുമ്പോൾ അതൊരു വേറൊരു അവാർഡ് മോഡൽ നാടകമായിരിക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ നാടകമല്ല ഇഷ്ടം. എനിക്ക് ഈ കോമഡി രൂപത്തിലുള്ള നാടകമാണ് എനിക്കിഷ്ടം, താല്പര്യം. ഇത് സൂപ്പറാണ്. ഓലെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓലെ അഭിനയിച്ചിട്ടുണ്ട്. പാഠഭാഗത്താകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലെവലിലല്ലേ പോവുള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, അങ്ങനെ ഇനി ഇന്നത്തെ നാടകം എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറെ ഗാലറിയിൽ കുത്തി നടക്കണ്ടെന്ന് വിചാരിച്ച് യൂട്യൂബിൽ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. ഇനി വ്യൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരാതിയില്ല. വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിനൊരു ഓപ്ഷൻ നോക്കിയിട്ട് ആദ്യം ഓളൊരിട്ട് പോയി വന്നിട്ട് അത് തെറ്റി, പിന്നെ രണ്ടാമത് ഒന്ന് പോയി വന്നു, അങ്ങനെ കേട്ടോ. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിൻ്റെ ഒരു വട്ടം നിൽക്കി വിളിച്ച് നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറയണമെന്ന് പറയില്ല. എൻ്റെ ചാനൽ കുക്കിങ്ങിൻ്റെ ചാനലാണ്. കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുക. ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഞാനിങ്ങനെ എടുത്തിടുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്ത് വീഡിയോ ഇട്ടാൽ അതിങ്ങനെ വൈറലാകല, എന്താ പറയുക, കോപ്പിറൈറ്റ് വരും ചില സമയത്ത്. എന്താ പറയുക, കുട്ടികളെ ഇട്ടാലൊക്കെ കോപ്പിറൈറ്റ് വരും കേട്ടോ. അങ്ങനെ വരും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്തിനാ അപ്പോൾ ഇതിനൊക്കെ ഒരു കോപ്പിറൈറ്റ് വരുന്നത്? ചോന്ത മാർക്ക് വട്ടം കാണിച്ചിട്ട് നമ്മൾ ഓല് പറഞ്ഞ് കേൾക്കാതെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ഓഫായി പോവും, ചാനൽ ഇല്ലാതായി പോവും. അങ്ങനെ ആവട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തിനാ പോലും ഇങ്ങനെ ഇല്ലാതാക്കണത്? ഈ സിനിമകളുണ്ടല്ലോ, സിനിമ മാർക്കോ അങ്ങനത്തെ വയലൻസ് സിനിമകൾ, ആ സിനിമകളൊക്കെ ഏത് യൂട്യൂബിലിട്ടാലും അപ്ലോഡ് ചെയ്താലൊക്കെ കിട്ടുമല്ലോ. കുട്ടികളെ വെച്ചിട്ട് വീഡിയോ എടുത്താൽ കാണാം, അതൊന്നും കിട്ടില്ല. അപ്പോൾ ഈ കുട്ടികൾ ഈ സിനിമയൊക്കെ കാണില്ല. യൂട്യൂബിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇതോടുകൂടി എൻ്റെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ്. അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ, സി യു, ടാറ്റാ.
ഇടക്കുട്ടികളെ നാടകം കൊളാവുണ്ട്. ഞാൻ പിന്നെ കൊളായത് ഒക്കെപ്പാടെ കൂട്ടി കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിട്ട്. കൊളായതോടത്തൊന്നും ഞാൻ കട്ട് ചെയ്തില്ല. കൊളായിക്കണ് ഇടക്കൊന്ന് കൊളാവുണ്ട്. പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെയും എടുത്തിട്ടുണ്ട്.